സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഇതിൽ കിടക്കുന്ന റബ്ബർ ടയർ മാറ്റിയിട്ട് നമുക്ക് ഈ കാണുന്ന ഡ്രിഫ്റ്റിംഗ് ടയർസ് ഇട്ട് കൊടുക്കാം. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു BMW E30 എന്ന് പറഞ്ഞ ഒരു RC കാർ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ BMW RC കാർസ് ഒന്നും ഇല്ല. സോ ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞാണ് BMW RC കാർസ് കിട്ടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഫൈനലി നമ്മൾ ആ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു കാറിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചോളൂ. സോ ഈ ഒരു നമ്മൾ നമ്മുടെ RC കാർ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ്. സോ നിങ്ങൾക്ക് ഇതുപോലെ RC കാർസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ UClick.com എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നോയിൽ 5 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ താഴത്തെ നമ്പറോട് തേക്കാം. സോ അത് അവർ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ BMW E30 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വെയിറ്റ് കുറവാണ്. 1:16 സ്കെയിലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 50 കിലോമീറ്റർ ഫാസ്റ്റിൽ നമ്മുടെ ഐറ്റം ഓടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ റേറ്റിംഗ് കാര്യങ്ങൾ ഞാൻ വീടിൻ്റെ ഇടയിൽ പറയാം. സോ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയത്തെ ചേസിങ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ സിൽവർ കളറാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റെട്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. 1:16 സ്കെയില്. അതേപോലെ തന്നെ ഒരു 14+ ഏജ് ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ച് കളിക്കാൻ പറ്റുന്ന റൈറ്റാണ്. സോ ഇതാണ് ഇതിൻ്റെ പെട്ടി കാര്യങ്ങളും. പെട്ടി തന്നെ അത്യാവശ്യം കളർഫുള്ളാണ്. ഓക്കെ, ഇതാണ് ഇതിൽ ഇങ്ങനത്തെ 2 വേരിയൻ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് റെഡി ടു റൺ മോഡലാണ്. ഇതിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. സോ ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. എൻ്റെ പൊന്നെ ഗൈസ്, നോക്ക്, ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് എൻ്റെ റിമോട്ട് കൺട്രോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കുറച്ച് വലിയ റിമോട്ടാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഓപ്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും അതിൻ്റെ ഉള്ളിൽ ഡ്രിഫ്റ്റിംഗ് ടയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ E30 എന്ന് പറയുന്നത്. സിൽവർ കളറാണ് ഐറ്റം വന്നിരിക്കുന്നത്. അത്യാവശ്യം അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫ്രണ്ടിലത്തെ ലുക്കൊക്കെ വേറെ ലെവലാണ്. അതുപോലെ അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു റിമോട്ട് കൺട്രോളാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള നോർമൽ റിമോട്ട് കൺട്രോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നോർമൽ റിമോട്ട് കൺട്രോൾ. സോ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത്യാവശ്യം വലിയൊരു സൈസുള്ള റിമോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഐറ്റംസിൽ എന്തൊക്കെ വരുന്നത് കാണിച്ചു തരാം. ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. തുടച്ചേക്കാനുള്ള ഒരു ക്ലോത്ത് പോലത്തെ ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇതിൽ എക്സ്ട്രാ ടയേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട്, നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാനായിട്ട് ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കാറുകൾ വരുന്ന പോലെ കോണുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ ചാർജിങ് കേബിൾ. ടയർ കഴിക്കാനുള്ള ഒരു ടൂൾ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇത് ഒരു അത്രയും പവർഫുൾ ആയിട്ടൊരു വണ്ടിയല്ല. ഒരു 50 കിലോമീറ്റേഴ്സ് ഫാസ്റ്റിലൊക്കെ ഓടും. പക്ഷേ ഇതൊരു എൻട്രി ലെവൽ ഒരു ഹോബി ഗ്രേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം അടിപൊളിയാണ്. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടാണ്. ഓക്കെ, പിന്നെ വെയിറ്റ് എന്ന് പറയാനായിട്ട് അധികം വെയിറ്റ് ഒന്നുമില്ല. പക്ഷേ ഇതിൽ കിടിലൻ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ലുക്ക് നോക്കിയാൽ നിങ്ങൾ വേറെ ലെവലല്ലേ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. സോ ഇതിൻ്റെ സസ്പെൻഷൻ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. സോ നോക്കിയേ, സസ്പെൻഷനാണ്. 4 ഭാഗത്ത് സസ്പെൻഷൻ ഉണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഒരു മിറർ എന്ന് പറയുന്നത് ഒരു റബ്ബറി ടൈപ്പാണ്. സോ വീണ് കഴിഞ്ഞാലും വേറെ ഈ മിററിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അടിപൊളി ഐറ്റം ഗൈസ്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ 1:14 സ്കെയിൽ വരുന്ന നമ്മുടെ RC പോളോ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 1:16, ഇത് 1:14. പക്ഷേ ഇതിൻ്റെ നീട്ടത്തിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ സൈസിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന കാറ് ഒരു ഹോബി ഗ്രേഡ് കാറാണ്. ഓയിൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഓയിൽ സസ്പെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രിഫ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ഒരു എൻട്രി ലെവൽ ആയിട്ടാണ് ഇത്. സോ നമുക്ക് ഇതിൻ്റെ കുറച്ച് എന്താ പറയുക, നമുക്ക് ഓടിച്ചിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഈ കാണുന്ന റിമോട്ട് കൺട്രോളിൽ നമുക്ക് ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതേപോലെ ലൈറ്റിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താ മോഡ് മാറ്റാൻ, ഓൺ ഓഫ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വീല് നമുക്ക് തിരിച്ച് ഏറ്റവും കൂടുതൽ ആ ഒരു പരിപാടി. പിന്നെ ഇതും ഒരു സ്പീഡിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സോ ഇത്ര ഐറ്റംസാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കണം. 3 ബാറ്ററീസ്, ഇതേപോലത്തെ 3 ബാറ്ററീസാണ് ഇട്ട് കൊടുക്കാനായിട്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ ഈ കാറിൻ്റെ അടിഭാഗത്തേക്ക് വരാണെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ആണ്. നമുക്കിതാണെങ്കിലും പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം ക്ലിയർ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ലുക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ അടിഭാഗത്ത് അഴിക്കാനായിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് സിമ്പിളായിട്ട് ഇതൊരു കണക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ബ്രഷ്ലെസ് മോട്ടോഴ്സാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന ബാറ്ററി നമുക്ക് ഇതിലിട്ട് കൊടുക്കണം. ജസ്റ്റ് ഇതഴിക്കുക.
ഓക്കെ, അതിനുശേഷം നമ്മുടെ ബാറ്ററി നമുക്ക് സിമ്പിളായിട്ട് കണ്ടോ ഇതിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ വന്നിരിക്കുന്നത് ചെറിയ ടയേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ അധികം ഗ്രൗണ്ട് ക്ലിയറൻസും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കല്ലുള്ള സ്ഥലത്തൊന്നും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല. പക്ഷേ നിരപ്പായ സ്ഥലത്തൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഇതിൽ കിടക്കുന്ന റബ്ബർ ടയർ മാറ്റിയിട്ട് നമുക്ക് ഈ കാണുന്ന ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഹോളിൽ കൊണ്ടുപോയിട്ട് നമുക്കിത് ഓടിച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ അലോയൊക്കെ മാറ്റിയപ്പോൾ വേണ്ട ഇതുപോലുണ്ട് കാണാനായിട്ട് സെറ്റായില്ലേ. ഇതിൽ നേരത്തെ വന്നത് ഇങ്ങനത്തെ അലോയാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് ധൈര്യ മോഡലാണ്. എന്തായാലും സംഭവം കൊള്ളാം. സോ നമുക്കൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് പിന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാം. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ റിമോട്ട് കൺട്രോൾസ് വന്നിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് കണ്ട നമ്മുടെ കൈ ഇങ്ങനെ എത്തില്ല, കുറച്ച് വലിപ്പം കൂടിയ കാരണം. അതുപോലെ തന്നെ ഈ കാണുന്ന സ്വിച്ച് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം കണ്ട ഇവിടെ ഓൺ ആയിട്ടുണ്ട്. സോ ഫൈനലി നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ റിമോട്ട് കൺട്രോൾ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും ഓൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന മോഡ് എന്ന് പറഞ്ഞാൽ അത് അമർത്തി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ബ്ലിങ്ക് ചെയ്യാനും ഇതൊക്കെ പറ്റും. കണ്ടാ സെറ്റപ്പാണ്. ഇനിയാണ് നിങ്ങളുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാസ്റ്റ്. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വേണ്ട ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇത് ബാക്കോട്ട്, ഇത് ഫ്രണ്ടോട്ട്. ഓ തീ ഐറ്റം, തീ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അത് മാത്രമല്ല ഇത് സെൽഫ് കൺട്രോളിങ് ഉണ്ട്. കേട്ടാ ആ ഫ്രണ്ടിലത്തെ ടയർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടീനെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ മേലെ കണ്ട ഞാൻ ഇങ്ങനൊരു ഐറ്റം വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കൈ ഇങ്ങനെ എത്താതെ തന്നെ ഞാൻ നമ്മുടെ ഹാങ്ങറിൻ്റെ ഒരു ഹുക്ക് ഉണ്ട്, അതെടുത്തിട്ട് ഇതേ ഇവിടെ വെച്ചു. അപ്പോൾ സിമ്പിളായി കാണാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടാ സെറ്റല്ലേ. ഓ ഇതാണ് ഐറ്റം. ഓ എൻ്റെ പൊന്നെ, സംഭവം അടിപൊളിയാണ്. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കാണിച്ചു തരാം. ഓ സീൻ ഡ്രിഫ്റ്റിംഗ് ആണ്. വേഴ്സ് എടുക്കുന്നതാണ് ഏറ്റവും അടിപൊളി. ഓക്കെ ഓ ഓ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കാണുന്ന ടയർ വെച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ടയറിൻ്റെ ഒരവസ്ഥ എത്രത്തോളം പരിതാപകരമാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ടയേഴ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോട്ടിലൊക്കെ ഒന്ന് ഓടിച്ച് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഈ ടയർ മാറ്റിയിട്ട് നമ്മുടെ ഈ കാണുന്ന നോർമൽ ടയേഴ്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ റേറ്റ് വന്നിരിക്കുന്നത് 8,000 റുപ്പീസാണ്. നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് നോയിൽ 5 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളും കിട്ടും. ഓക്കെ, അതുമല്ല കടവന്ത്രയിൽ ഒരു ഷോപ്പ് ഉണ്ട് നമ്മുടെ യൂക്ലിക്കിനെ, അവിടെ പോയാലും നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ എൻ്റെ സ്പീഡ് എൻ്റെ പൊന്നേ എന്ത് റോക്കറ്റ് നോക്കിയേ വരണം വരണം. ഓ വണ്ടി തൊട്ടാ പറക്കുന്നുണ്ട്. അതാണ് വണ്ടീനെ അവിടെ വെച്ചിട്ടുണ്ട്. സോ അത് പോണ സ്പീഡ് നോക്കിയോട്ടാ. ഓ മാരക സ്പീഡാണ് എൻ്റെ പൊന്നെ. നോക്കിക്കോ. ആ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. സോ അത് വരണ സ്പീഡ് നോക്കിക്കോ. എൻ്റെ പൊന്നെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഐറ്റം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇതിൽ കിടക്കുന്ന ടയേഴ്സ് ഉണ്ടല്ലോ, റബ്ബർ ടയേഴ്സ്, ആ റബ്ബർ ടയേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന റോട്ടിൽ അടിപൊളി ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും.
വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, സീനായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓ, ഐറ്റം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ താഴത്തെ നമ്പർ കാര്യം കൊടുത്തിട്ടുണ്ട്.